നമസ്കാരം. ന്യൂസ് 99 കേരള വൺ ടൈം ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. സാർവദേശീയ സാഹിത്യോത്സവത്തിന് തിരശ്ശീല ഉയർന്നു. ഇനി 5 ദിനങ്ങൾ സർഗ സംവാദങ്ങളുടെ പകലുകളാണ്. സംവാദങ്ങൾ നിശ്ചലമാവുകയും സംഭാഷണങ്ങൾ ഏകപക്ഷീയമാവുകയും ചെയ്യുന്ന ഒരു ക്രൂരകാലത്തിലൂടെയാണ് നാം അഥവാ ഇന്ത്യ മുഴുവൻ കടന്നു പോകുന്നത് എന്ന് ഒരാൾ എല്ലാ ദിവസവും നമ്മോട് മനസ്സിൻ്റെ സംസാരം എന്ന് അദ്ദേഹം വിളിക്കുന്ന അനേകം കാപട്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ സംവാദങ്ങളെ മുഴുവൻ തന്നെ നിശബ്ദമാക്കാനുള്ള പരിശ്രമങ്ങൾ, വേണ്ടി വന്നാൽ കൊലപാതകം കൊണ്ട് പോലും നിശബ്ദമാക്കാനുള്ള പരിശ്രമങ്ങൾ നാട്ടിൽ എങ്ങും അരങ്ങേറുന്നു. നമുക്കറിയാം, ചിത്രകാരന്മാരുടെയും എഴുത്തുകാരുടെയും ഒക്കെ നിശബ്ദ ആകലിലൂടെയാണ് ഒരുപക്ഷെ ഈ സാംസ്കാരികമായ ആക്രമണം എന്ന് തന്നെ നിസ്സംശയം ഞാൻ വിശേഷിപ്പിക്കുന്ന കാര്യം ആരംഭിച്ചത്. എങ്ങനെയാണ് MF ഹുസൈന് നാട് വിട്ട് അവസാന കാലത്ത് മറ്റൊരിടത്ത് പോയി മരിക്കേണ്ടി വന്നത് എന്ന്, എങ്ങനെയാണ് അനേകം ലഗേഷിനെ പോലുള്ള പത്രപ്രവർത്തകർക്കും നമുക്ക്. റവന്യൂ മന്ത്രി കെ രാജൻ സാഹിത്യ അക്കാദമിയുടെ പ്രധാന ഹാളിന് MT ഓഡിറ്റോറിയം എന്ന നാമകരണം ചെയ്തു. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മന്ത്രി R ബിന്ദു പ്രോഗ്രാം ബ്രോഷർ പ്രകാശനം ചെയ്തു. അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ അക്കാദമി പരിപാടികൾ വിശദീകരിച്ചു. സെക്രട്ടറി അബൂബക്കർ, കലക്ടർ അർജുൻ പാണ്ഡ്യൻ, അശോകൻ ചെരുവിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് 99 തൃശൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.